എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. വെള്ളമാണ് മക്കളെ, വെള്ളം. ഒരു വെയിൽ കണ്ടിട്ട് പിന്നെ 4-5 ദിവസമായിട്ട് രാവും പകലും ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ദേവിയും വെള്ളത്തിലാണ്. കണ്ടു, ഞാൻ പൂജ സമയത്താണ് വരുന്നുള്ളൂ. എൻ്റെ ദേവി ഒന്ന് തമ്പുരാട്ടി രാവും പകലൊക്കെ ഇവിടെ ഇരിക്കുക ഈ വെള്ളത്തിൽ. പാവം, എന്ത് ചെയ്യാനോ അമ്മേ. ഒരു മാളിക പണിത് തരാനോ ഒരു നല്ലൊരു രീതിയിൽ അമ്മേനെ ഇരുത്താനോ എനിക്ക് കഴിയില്ല. എന്നിട്ട് നിങ്ങളൊക്കെ എന്നെ തേടി വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഈ വെള്ളത്തിലിരിക്കാനോ ഓരോരുത്തരും ഇങ്ങനെ വരുന്നത്. എല്ലാം മാറ്റം വരുത്താം അമ്മേ, നമുക്ക് എല്ലാം മാറ്റം വരുത്തും ഞാൻ. അപ്പം നമ്മുടെ ചോറ്റുപാത്രം കാണാൻ മക്കളെ വരും. പിന്നെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ ചോറ്, പപ്പടം, പിന്നെ പച്ചപ്പയർ ഉപ്പേരി, എൻ്റെ പ്രധാനപ്പെട്ട രസം, ഒരു കോപ്പ രസം, ഇതൊക്കെ കൂട്ടി നമുക്ക് മാമുണ്ണ വരും എല്ലാവരും. അപ്പം നമുക്ക് ചോറുണ്ണാം മക്കളെ, ചോറുണ്ണാം. പയറുപ്പേരിയൊക്കെ ഇങ്ങനെ കൊണ്ട് കുഴച്ചിട്ട് പപ്പടമൊക്കെ കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം. പറക്കും തളിക സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൽ ബസന്തിയുടെ പോലെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ആരെ പോലെ? ബസന്തിയുടെ പോലെ. രസം. രസം നമുക്ക് നല്ലതാട്ടാ. നമുക്ക് വയറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രോബ്ലം മാറും. കാരണം ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഒക്കെ ഉണ്ടല്ലോ. അപ്പം പനി, ജലദോഷമുള്ളവർക്ക് ഇതങ്ങോട്ട് വെച്ച് കൊടുത്ത് ചൂടോട് കൂട്ടി കുടിപ്പിക്കുക, ഒക്കെ മാറും. പനി വരാൻ നിൽക്കണവരും കഴിച്ചോളേ, മാറും. ഇതൊക്കെയാണ് പണ്ടത്തെ ഔഷധം. ഇതൊക്കെയാണ് പണ്ടത്തെ ഔഷധം. അപ്പോൾ എന്തെന്നാ പറയുക, സൗന്ദര്യമില്ലായ്മ ഒരു കുറ്റമാണോ? എൻ്റെ വീഡിയോ കാണുന്നവർ സൗന്ദര്യത്തെയാണോ സ്നേഹിക്കുന്നത്, ഒരു വ്യക്തിയാണോ സ്നേഹിക്കുന്നത്? സൗന്ദര്യം എന്നും നിലനിൽക്കുന്നതല്ല, സ്നേഹം എന്നും നിലനിൽക്കുന്നതാണ്. അത് മനസ്സിലാക്കി സ്നേഹിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളൊക്കെ വന്ന് ചേരുന്നത്. നിങ്ങൾ സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയെയാണ്, ആളുടെ പെരുമാറ്റം, ആളുടെ മനസ്സ്, ആളുടെ ജീവിത രീതി. ഇതാണ് നമ്മൾ കാണേണ്ടത്. അല്ലാണ്ട് സൗന്ദര്യം നോക്കരുത് ആരും. സൗന്ദര്യമൊക്കെ ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാം. ഇപ്പം എൻ്റെ ഈ കാണുന്നതിലുള്ള എല്ലാ സൗന്ദര്യവും ഒരു നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടാം. അപ്പം ഞാൻ വീഡിയോ ആയി വരുമ്പോൾ നിങ്ങൾ അയ്യേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുറ്റമല്ല, പ്രകൃതി നിയമങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ വയസ്സമ്മയുടെ പല്ലുകൊഴിയും,
ഈ തോലൊക്കെ ഇങ്ങനെ ചുളിയും അല്ലേ? അപ്പോഴൊക്കെ നമ്മൾ വെറുത്താൽ എന്ത് ചെയ്യും? നമ്മൾ ഒരിക്കലും സൗന്ദര്യം കണ്ട് ആരും സ്നേഹിക്കരുത് കേട്ടാ. മനസ്സ് കണ്ട് സ്നേഹിക്കണം, പ്രണയിക്കണം. മനസ്സിലാവണ്ട? നമ്മൾ പ്രണയിക്കേണ്ടത് മനസ്സ് കണ്ടുകൊണ്ടാണ്, അല്ലാണ്ട് അവരുടെ ശരീരം, അവരുടെ മുഖം, അവരുടെ സൗന്ദര്യം ഒന്നും കണ്ടുകൊണ്ടാണ്. അങ്ങനെ സ്നേഹിക്കുന്നവർ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരല്ല. അവർ സ്നേഹിക്കുന്നത് നമ്മുടെ തൊലിയാണ്, നമ്മുടെ ഈ തൊലിപ്പുറം, നമ്മുടെ ശരീരത്തിലുള്ള ഘടനകൾ എല്ലാമാണ് അവർ സ്നേഹിക്കുന്നത്. അല്ലാണ്ട് അവരൊരിക്കലും നമ്മളെ സ്നേഹിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടാ. സ്നേഹിക്കുന്നവർ അഴക് നോക്കില്ല, ഭംഗി നോക്കില്ല. മനസ്സിലായിട്ടുണ്ടാവും? സ്നേഹിക്കാൻ മനസ്സുണ്ടായാൽ മാത്രം സ്നേഹിക്കുക, പ്രണയിക്കുക. അല്ലാണ്ട് പ്രണയം നടിച്ച് മറ്റുള്ളവരെ വഞ്ചിക്കാണ്ടിരിക്കുക. ഇതൊക്കെ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും. ഒരു സംശയമില്ല, ഞാനാ പറയുന്നത്. ഒരു മനുഷ്യനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രണയിക്കുക, സ്നേഹിക്കുക. അവനിൽ പല തെറ്റുണ്ട്, കുറ്റുണ്ട്, ഒക്കെ ഉണ്ട്. പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ല. ഏതോ ഒരു ലോകത്ത് കിടക്കുന്നതാണ് പ്രണയം. നിങ്ങൾ കാണിക്കാൻ തോന്നും പ്രണയമല്ല. അപ്പോഴത്തെ കാര്യം നടക്കാൻ നിങ്ങൾ കാര്യങ്ങൾ നടത്തുന്നു. അഴുകുള്ളവനെ കണ്ട അപ്പ എന്ന് വിളിക്കുന്നു. പ്രണയം എന്ന് പറയുന്നത് സൗന്ദര്യമല്ല, ആ വ്യക്തിയുടെ മനസ്സാണ്. ആ വ്യക്തി നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, ആ വ്യക്തിയുടെ ജീവിതം എപ്രകാരം, ഇതൊക്കെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സൗന്ദര്യം ഒരിക്കലും നോക്കരുത് കേട്ടാ. പലരും പലതും പറയും, അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ സൗന്ദര്യം നോക്കിയരുത്. സൗന്ദര്യമില്ലാതെ പ്രണയിക്കുക, സ്നേഹിക്കുക, വിവാഹം കഴിക്കുക. അല്ലേ? ഞാൻ എത്ര ഭംഗിയുള്ള ഒരാളാണ്. നിങ്ങൾ നോക്കൂ എൻ്റെ മുഖത്തേക്ക്. ഇതൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടും അല്ലേ? അത്രയേ ഉള്ളൂ. എൻ്റെ ഈ സൗന്ദര്യം പോയാലും ഞാൻ വീഡിയോ ആയിട്ട് വരും. അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണം, എന്നെ സ്നേഹിക്കണം, പ്രണയിക്കണം. കാരണം അല്പം ചൂടുവെള്ളം വീണാൽ മതി എൻ്റെ മുഖം വികൃതാവാൻ അല്ലേ? അത് നമ്മൾ ചിന്തിക്കും മക്കളെ, ചിന്തിക്കും. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മക്കളാണ് നിങ്ങൾ. ആ ഒരു വലിയ ബട്ടൺ കാണും, അതും അതിൻ്റെ അടിയിൽ കാണുന്ന ആ ചുമന്ന ബട്ടൺ ഞെക്കണം കേട്ടോ. എങ്കിലേ എൻ്റെ ഈ ഭ്രാന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കുക. കുറച്ച് രസം കൊണ്ട് കൂടിയിട്ടെ.